പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വചനത്തിൽ ഇപ്രകാരം ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുന്നു: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. പ്രൈസ് ഗാഡ്. നമ്മളെ മനസ്സിലാക്കുവാനും കൂടെ നിൽക്കുവാനും ആരുമില്ല, ദൈവം പോലുമില്ല എന്നൊക്കെ പറയുവാൻ വരട്ടെ. സകലവും നമ്മളെ പോലെ സഹിച്ചവനായ യേശു കർത്താവിനെയാണ് നാം സ്നേഹിക്കുന്നത്. നാം കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ കരത്തിലേക്ക് വിഷയങ്ങളെ ഭരമേൽപ്പിക്കുമ്പോൾ നാം ചിന്തിക്കരുത് അങ്ങ് ദൂരെ ഇരിക്കുന്നൊരു ദൈവമാ, ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല, തനിക്ക് എപ്പോഴെങ്കിലും നമ്മളോട് മനസ്സലിവ് തോന്നി നമ്മെ വിടുവിച്ചാലായി എന്നൊന്നും കരുതരുത് കേട്ടോ. നാം ഇന്ന് കടന്നു പോകുന്ന ഓരോന്നും, കേൾക്കുന്നത് ഓരോന്നും, അനുഭവിക്കുന്നത് ഓരോന്നും അതുപോലെ അനുഭവിച്ചവൻ, സഹിച്ചവനാ യേശുനാഥൻ. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാ. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിന് ഒരു മേജർ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഞങ്ങളൊരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞു ഭവനത്തിലേക്ക് വരുന്ന വഴി അപ്രകാരം വന്ന് ഏകദേശം 40 മിനിറ്റ്സ് ആ പെയിൻ വെച്ചുകൊണ്ട് താൻ ഡ്രൈവ് ചെയ്തു. താൻ വാഹനത്തിൽ ഒത്തിരി റെസ്റ്റ്ലെസ് ആയിരുന്നു. ഇവിടെ മൈനസാണ്, എന്നിട്ടും താൻ വിയർക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഹോളി സ്പിരിറ്റ് കൂടെ ഇരുന്ന് സഹായിച്ചു. വിശദമായ സാക്ഷ്യം ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. എന്നാൽ ഇന്നത്തെ ഈ സന്ദേശത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. വീണ്ടും അടുത്ത ട്രീറ്റ്മെൻറ്റിനായി അടുത്ത ഹോസ്പിറ്റലിലേക്കൊക്കെ അവർ റെഫർ ചെയ്തു. അതൊക്കെ അങ്ങനെ നടന്നു. എന്നാൽ ആ സൺഡേ ഫസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ICUവിൽ വിശ്രമിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. എനിക്ക് കണ്ണടയ്ക്കുവാൻ കഴിയാതെ വണ്ണം, ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം ഏറെ ഭാരപ്പെട്ടു. ഞാൻ ഇരുന്ന് കരഞ്ഞു. വെളുപ്പിനെ വരെ 3 മണി, 4 മണി, 5 മണിയൊക്കെ ഞാൻ ക്ലോക്കിൽ ഇങ്ങനെ കാണുകയാണ്. ഇരുന്ന് കരയുക, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ വാഹനത്തിൽ ഇരുന്ന് ഞങ്ങളുടെ ആ ഡ്രൈവിങ്ങിൽ എൻ്റെ അച്ചു റെസ്റ്റ്ലെസ് ആയതും അതിവേദനയിലൂടെ കടന്നുപോയതും താൻ കുഴഞ്ഞു പോകുന്നതുമൊക്കെ കണ്ടത് എൻ്റെ കണ്ണിൽ നിന്നും മായാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഞാൻ വലിയ വായിൽ കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടരികിൽ, ചില മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ തൊട്ടരികിൽ ഞാനൊരു ശബ്ദം കേട്ടു. ഇപ്രകാരമാ കേട്ടെ: നീ എന്തിനാ കരയുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെടേണ്ടതിനല്ലേ ഞാനിത് അനുവദിച്ചത്. പ്രൈസ് ഗാഡ്. എൻ്റെ തോന്നലല്ല ഈ പറയുന്നത് കേട്ടോ. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നേശുവിൻ്റെ ശബ്ദം. ആ ശബ്ദം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പ്രാണപ്രിയൻ എപ്പോൾ എന്നോട് സംസാരിച്ചാലും ആ സ്വരം എനിക്ക് നന്നായി തിരിച്ചറിയുവാൻ സാധിക്കും. എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചില വേദനയിലൂടെ കടന്നു പോകുന്നതിനു മുമ്പേ അതൊക്കെ അനുഭവിച്ച, വേദനയിലൂടെ കടന്നു പോയ ഒരു പൊന്നേശുനാഥനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, സേവിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഈ ദിവസങ്ങളിലൊന്ന് ഉത്സാഹിപ്പിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. മാനസികമായി തകർന്നിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വേദന മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല എന്നോർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന യേശുവിന് ഇതെല്ലാം നന്നായി അറിയാം. അവിടുന്ന് ഈ വേദനയൊക്കെ സഹിച്ചതാ. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വീണതാ. ആ ഹൃദയം ഒട്ടനവധി ഭാരം പേറിയതാ. പിന്നെയാണോ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ കർത്താവിന് പോലും കഴിയില്ലെന്ന്? പ്രിയതേ മക്കളെ, അന്ന്
തിങ്കളാഴ്ച വെളുപ്പിനെ എൻ്റെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ഉറങ്ങുവാൻ കഴിയാതെ ഏങ്ങലടിച്ച് കരഞ്ഞ് എൻ്റെ അരികിൽ ഇറങ്ങി വന്ന യേശു, അതായത് നമ്മളുടെ മഹാപുരോഹിതൻ, നമുക്കായി ക്രൂശിതനായവൻ, നമുക്കായി ഉയർത്തെഴുന്നേറ്റപ്പെട്ടവൻ, വീണ്ടും നമ്മളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞവൻ, ആ യേശു നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നു. നന്നായി അവിടുന്ന് നിങ്ങളെ അറിയുന്നു. ഒട്ടും ഭാരപ്പെടേണ്ട. യേശുവിൻ്റെ കരത്തിലേക്ക് നിങ്ങളുടെ ആ കരം ഒന്ന് ഏൽപ്പിച്ചേ. ആ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചേ. അവിടുന്ന് നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങളുടെ മഹാപുരോഹിത, ഞങ്ങളെ നന്നായി അറിയുന്നവനെ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ അവരെ പൊതിയണമേ. അങ്ങയുടെ ആത്മാവ് അവരെ നയിക്കട്ടെ. തകർന്നിരിക്കുന്ന ചില ഉള്ളങ്ങൾ ഇപ്പോൾ ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. അവരായിരിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങ് അവരോട് സംസാരിക്കണമേ. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങ് അവരെ ചേർത്ത് പിടിക്കണമേ. അങ്ങ് അവരുടെ കണ്ണുനീർ ഒപ്പണമേ. താങ്ക് യു ലോർഡ്. വി ലവ് ആൻഡ് ഓണർ യു കർത്താവേ. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.